ഇന്നിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ അവസാനം ജോൺ എബ്രഹാമിനെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രയാക്കിയ നിമിഷമാണ് ഓർക്കുന്നത്. ജോൺ എബ്രഹാം അനുസ്മരണ പ്രഭാഷണം എന്ന് പറയുമ്പോൾ ദയവായി ഇത് ജോൺ എബ്രഹാമിനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമല്ല, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നടത്തുന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണെന്ന് നിങ്ങൾ ഓർക്കണം. തീർച്ചയായും വ്യക്തിപരമായി എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു ചലച്ചിത്ര സൃഷ്ടാവായിരുന്നു ജോൺ. ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 79-83 കാലയളവിൽ വേണു എല്ലാം പോകുന്നതിന് ശേഷം ഒരു 3-4 തവണ ജോൺ പൂനെയിൽ വന്നിട്ടുള്ളപ്പം എൻ്റെ കൂടെ എൻ്റെ മുറിയിലാണ് താമസിച്ചിട്ടുള്ളത്. അപ്പം അന്നത്തെ ഞാനറിയുന്ന ജോൺ നമ്മൾ ഇവിടെ ഈ ജോണിനെ പറ്റിയിട്ടുള്ള മിത്തോളജിയിൽ ഉള്ള ഒരു ജോണിനെ അല്ല. എല്ലാ ദിവസവും രാവിലെ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ലപോലെ സംസാരിച്ച് നിൽക്കുന്ന ഒരു ജോണിനെയാണ് എനിക്കപ്പോൾ അവിടെ പരിചയം. അപ്പോൾ ജോണിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം ഉള്ളിലുണ്ടായിരുന്ന ഒരാൾ എന്നാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിലും നമുക്കത് പ്രതിഫലിക്കുന്നത് കാണാം. അതുമാതിരി വളരെ ചുരുക്കം സംവിധായകരെ എനിക്ക് എൻ്റെ ഈ ഒരു 40 വർഷത്തോളമുള്ള ചലച്ചിത്ര പ്രവർത്തനത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുള്ളൂ. ഒരുപക്ഷെ അരവിന്ദേട്ടൻ, പിന്നെ അരിബാം ശ്യാം ശർമ്മ, മണിപ്പൂരി ഡയറക്ടർ, അങ്ങനെ വളരെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ആ തരത്തിൽ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള ആളുകൾ. അത് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഞാൻ ഇപ്പോഴോർക്കുന്നത്, തീർച്ചയായും സിനിമയുടെ മൂലധനത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഒഡേസ എന്നൊരു പ്രസ്ഥാനവും ആളുകളിൽ നിന്ന് ചെറിയ പണം പിരിച്ചെടുത്ത് അതൊരു വലിയ പ്രവർത്തനമാക്കി മാറ്റി ഒരു സിനിമ നിർമ്മിക്കുന്ന ഒരു ലോകത്തിലെ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു. ഇന്ന് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അത് എത്രത്തോളം അറിയും എന്നെനിക്കറിയില്ല. ഒരുപക്ഷെ സമാനതകളില്ലാത്ത വലിയൊരു പ്രവർത്തനമായിരുന്നു ഒഡേസ നടത്തിയത്. ഞാൻ ആ കാലയളവിൽ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഡ്യൂസറായിട്ട് പ്രവർത്തിക്കുകയാണ്. ഓപ്പൺ ഹാർട്ട് സർജറിയും സ്കിസോഫ്രേനിയയെക്കുറിച്ചും ലെപ്രസിയെക്കുറിച്ചും ഒക്കെയുള്ള മെഡിക്കൽ ഫിലിംസ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ വർക്ക് ചെയ്യായിരുന്നു ആ സമയം. അതുകൊണ്ട് എനിക്ക് പിന്നെ അമ്മയറിയാൻ ഷൂട്ടിംഗ് വേളയിൽ നേരിട്ട് അതിൽ പങ്കെടുക്കുവാനോ മറ്റോ സാധിച്ചിരുന്നില്ല. ഈ അമ്മയറിയാൻ ആ വർഷത്തെ മത്സരത്തിൽ, കേരള ഗവൺമെൻറ്റിൻ്റെ മത്സരത്തിൽ, നിങ്ങൾക്കൊന്നും അത് ഓർമ്മയുണ്ടാവില്ല, മുതിർന്നവർക്ക് ഓർമ്മയുണ്ടാവും, ഒട്ടും ഡിസിപ്ലിൻ ഇല്ലാത്തൊരു സിനിമയാണ് ഇത്, അവാർഡിന് അർഹമല്ല എന്ന് പറഞ്ഞ് പ്രത്യേകം എഴുതി വയ്ക്കുകയുണ്ടായി ജൂറി. അത് നമുക്കൊക്കെ, നമ്മുടെയൊക്കെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്ന ഒരു ജൂറിയാണ്. എന്തോ അന്നങ്ങനെ അവർക്ക് എഴുതേണ്ടി വന്നു. പക്ഷേ അതല്ല, വർഷങ്ങൾ കഴിയുന്തോറും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെമ്പാടും യുവാക്കൾ ഏറ്റെടുത്ത് വർഷം തോറും കാണിക്കുന്ന ഒരു സിനിമയായിട്ട് പിന്നീട് അത് മാറി. അപ്പോൾ തീർച്ചയായിട്ടും അവാർഡിൽ കിട്ടുന്ന ഒരു സമ്മാനമൊന്നും അതിൻ്റെ യാതൊന്നിൻ്റെയും അളവുകോലല്ല. പക്ഷേ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു നഷ്ടമാണ് പിന്നീട് സംഭവിക്കുക എന്ന് ഞാൻ അന്നേരം അറിഞ്ഞിരുന്നില്ല.
ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ കൂടെ രാജീവ് വിജയരാഘവൻ എന്ന് പറയുന്ന ഫിലിം മേക്കറും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അദ്ദേഹത്തെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലെത്തി. അപ്പോൾ അദ്ദേഹം പോകാൻ തുടങ്ങുന്ന വഴി എന്നോട് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഘനമുള്ള ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, നീയാണ് എൻ്റെ അടുത്ത പടം ചെയ്യുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. ജോസഫ് എന്ന പുരോഹിതൻ എന്ന സിനിമയുടെ ക്യാമറ വർക്ക് ഞാനാണ് ചെയ്യുക എന്ന് പറഞ്ഞ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടാണ് ജോൺ പോയത്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ മരണവാർത്ത അറിയുന്നത്. Even today I feel that it was a personal kind of a loss, because I wanted to work with him more than anything. So എത്രയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം തൻ്റെ ആട്ടം തുടരുമ്പോഴും സെൻസിബിളായിട്ട് ഇത്രയും ഇൻ്റലിജൻ്റായിട്ട് സംസാരിക്കുന്ന വേറൊരു ആളെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ഏറ്റവും ഞാൻ ബഹുമാനിക്കുന്ന, ഏറ്റവും ഉന്നതനായ ഒരു കലാകാരനാണ് ജോൺ. അപ്പോൾ അതുകൊണ്ട് കൂടി ആവണം എന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായി ഒരു ഫീച്ചർ ഫിലിം ഡയറക്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ ജോസഫ് എന്ന പുരോഹിതൻ്റെ ആ ഒരു ദിശാബോധം എൻ്റെ മനസ്സിൽ കടന്നുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഒരു ചെമ്മാശൻ്റെ ഒരു നോവിസിൻ്റെ കഥയാണ് എൻ്റെ സിനിമയിലും പറഞ്ഞത്. തീർച്ചയായിട്ടും രണ്ട് കഥയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്, സക്കറി എഴുതിയത്. അങ്ങനെ ആ ജോണിൻ്റെ സ്മരണയുടെ മുന്നിൽ ഞാൻ എൻ്റെ അഞ്ജലികൾ അർപ്പിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ മുന്നിലാണ് ഞാൻ ഈ എൻ്റെ ഒരു അവതരണം നടത്താൻ പോകുന്നത്. അത് എനിക്ക് എത്രത്തോളം സമയം കിട്ടും എങ്ങനെയാണ് എന്നറിയില്ല. ഒരുപക്ഷെ ഞാൻ അത് വളരെ ചുരുക്കി പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ നമുക്ക് 6:15 മണിയായി. ഇതിൽ ഞാനൊരു 3 തരത്തിലാണ്, അത് 3 സെക്ഷനായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. ഒന്ന് അതിൻ്റെ ടെക്നോളജി, ഡിജിറ്റൽ ക്യാമറയുടെ ടെക്നോളജിയിൽ അത് എങ്ങനെയാണ് ഒരു സത്യത്തെ പ്രകടിപ്പിക്കുന്നതിൽ അതിനുള്ള പരിമിതികൾ എന്തെങ്കിലും ഉണ്ടോ, ടെക്നോളജിക്കലായിട്ട് അതിനെന്തെങ്കിലും പരിമിതികളുണ്ടോ എന്നുള്ളതാണ് ഒരു അന്വേഷണം. അപ്പോൾ അതിന് അപ്പുറത്ത് ഈ സിനിമാ നിർമ്മാണത്തിലെ ഏറ്റവും അത്യാവശ്യമായ അസംസ്കൃത വസ്തു ലൈറ്റ്. അപ്പോൾ ആ ലൈറ്റിനെ കുറിച്ച് പരിശോധിച്ചുകൊണ്ട് ലൈറ്റും ഡാർക്ക്നെസ്സും ആ ബൈനറിയുടെ ദ്വന്ദ്വ ഭാവത്തിൽ ഇതെങ്ങനെയാണ് നമ്മൾ ഇമോഷൻ്റെ കൈമാറ്റം നടത്തുന്നത് എന്നുള്ളത് ടോണാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റും അതിനിടയിലുള്ള ഗ്രേ സ്കെയിലിനെയും ബേസ് ചെയ്തുകൊണ്ട് പരിശോധിക്കുന്ന ഒരു ഭാഗവും, അതിന് അപ്പുറത്തേക്ക് ഇന്നത്തെ സിനിമയിൽ ഒരുപക്ഷെ എനിക്ക് വളരെ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് സിനിമയിലെ മീഡിയയിലുള്ള എല്ലാ തരത്തിലും, വീഡിയോ ഗെയിംസ് തൊട്ട് ടെലിവിഷൻ, അത് പിന്നെ മറ്റു ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോംസ്, ഇവിടെയൊക്കെയുള്ള ഹിംസയുടെ ദൃശ്യങ്ങൾ എന്നെ വളരെ അലട്ടുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹിംസയുടെ മറുവശത്ത് ഉള്ള ഒരു സത്യമാണ് സിനിമയുടെ സത്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനായിരുന്നു എൻ്റെ അത് ഐ മേ ഹാവ് ടു ഷോർട്ടൺ ഇറ്റ്. Let me just start with this thing. 1931 റിലീസായ ബെർണാഡോ ബെർട്ടുലുച്ചിയുടെ ലിറ്റിൽ ബുദ്ധ എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിത്രത്തിൻ്റെ ക്യാമറമാൻ വിറ്റോറിയോ സ്റ്റൊറാരോ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധൻ്റെ കഥ പറയുന്ന ദൃശ്യങ്ങൾ ബുദ്ധൻ്റെ കഥാപാത്രം വരുന്ന ആ സീനുകൾ മാത്രം അവർ 70 mm നെഗറ്റീവിലാണ് ഷൂട്ട് ചെയ്തത്.
70mm ഫിലിമിൻ്റെ കൂടിയ റെസല്യൂഷൻ ആ രംഗങ്ങളുടെ അർദ്ധതലങ്ങളെ കൂടുതൽ സത്യസന്ധമാക്കും എന്ന ഒരു റീസണിങ് ആണ് വിറ്റോറിയോ സ്റ്റൊറാരോ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലെ സത്യം എത്രമാത്രമാണ്? ഇപ്പോൾ നമുക്ക് 35mm 70mm ഫിലിമും ഒന്നും ഇന്ന് വ്യാപകമായിട്ടെന്നല്ല, വളരെ ചുരുങ്ങിയ 1% ആൾക്കാരോ മറ്റോ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡിജിറ്റൽ രംഗത്തേക്ക് വരുമ്പോൾ ഈ തരത്തിൽ ഈ കൂടുതൽ ട്രൂത്ത്, ഇതിൻ്റെ മേന്മ, ടെക്നിക്കലായിട്ട് മേന്മ കൊണ്ട് മാത്രം അതിന് കൂടുതൽ സത്യത്തെ വെളിവാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ആദ്യം. ഒരു ഡിജിറ്റൽ ചിത്രത്തിൽ കൂടുതൽ മെഗാപിക്സൽ അഥവാ റെസൊല്യൂഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ സത്യമുണ്ടെന്നാണോ അർത്ഥം? എന്താണ് ഈ ഡിജിറ്റൽ തിരക്കഥയുടെ നേർവഴി? പ്രശസ്ത ഫിലിം നിർമ്മാതാക്കളായ കൊഡാക് ഫിലിം കമ്പനിയിലെ എഞ്ചിനീയർമാരാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയുടെ ആധാരമായ CCD ചിപ്പുകൾ കണ്ടുപിടിച്ചത് എന്നതൊരു വിരോധാഭാസമാണ്. പണ്ട് ലൂമിയർ സഹോദരങ്ങൾ സിനിമയെപ്പറ്റി പറഞ്ഞതുപോലെ ഒരു ഭാവിയും ഇല്ലാത്ത ഒരു കണ്ടുപിടുത്തമായാണ് അവരതിനെ കണ്ടത്. പിന്നീട് എന്താണ് ചരിത്രം എന്ന് നമുക്കറിയാം. സിനിമാ പ്രദർശനങ്ങൾ ഡിജിറ്റൽ രീതിയിലാവണം എന്നുള്ളതായിരുന്നു ആദ്യ ആവശ്യവും പ്രചാരണവും. എന്തുകൊണ്ട്? ലാഭം. വരാൻ പോകുന്ന ലാഭക്കണക്കുകൾ നിരത്തിയാണ് എക്കാലത്തെയും ചൂണ്ടയിടൽ. ഇന്ന് സിനിമാ പ്രദർശനവും സിനിമാ നിർമ്മിതിയും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ലാഭക്കണക്കുകൾ സത്യമാണോ? അല്ല എന്നതാണ് സത്യം. എങ്കിലും നമ്മൾ പാടും, ഡിജിറ്റൽ എന്നാൽ ലാഭം. സത്യാനന്തര കാലത്ത് കള്ളങ്ങൾ പറയുന്ന ആളുകൾ വിജയിക്കുന്നു എന്നത് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഡിജിറ്റൽ എന്നാൽ ഡെമോക്രസി എന്ന് നമ്മൾ പറയും. തീർച്ചയായും ഇക്കാലത്ത് ഡിജിറ്റൽ ക്യാമറകൾ കുറഞ്ഞ ചിലവിലും അനായാസവുമായി ഒരു സംഭവത്തിൻ്റെ അനസ്യൂതമായ ആലേഖനത്തെ സാധ്യമാക്കുന്നുണ്ട്. ജനായത്തപരമായ ഒരു ഇടപെടൽ രാഷ്ട്ര നിർമ്മിതിയിൽ നടത്തുന്നതിന് അത് ഏവരെയും ശക്തരാക്കുന്നുമുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം മൊബൈൽ ക്യാമറ കൊണ്ട് ചിത്രീകരണം നടത്തുന്ന എല്ലാവരും സത്യത്തിൻ്റെ സാക്ഷികളാവുന്നുണ്ടോ? നിമിഷത്തിൽ 24 തവണ തെളിയുന്ന സത്യമാണ് സിനിമ എന്ന് പറഞ്ഞത് പ്രശസ്ത ഫ്രഞ്ച് സംവിധായകനായ ഴാൻ-ലൂക്ക് ഗോദാർഡാണ്. സിനിമ ഈസ് ട്രൂത്ത് 24 times per second. ഇതിൽ ഞാനിത് പെട്ടെന്ന് ഈ ആദ്യ ഭാഗം ഞാൻ വളരെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇത് കളർ, നമ്മുടെ കണ്ണിന് കാണാവുന്ന പൂർണ്ണമായിട്ടുള്ള കളറുകളുടെ ഗ്രഡേഷൻസ് ക്യാമറയിലും ഫിലിമിലും ഇല്ല. അപ്പോൾ അത് ഈ ഈ കറുത്ത വരയ്ക്കുള്ളിലുള്ളതാണ് ഈ റെക്സ് 709 എന്ന് പറയുന്ന ഇപ്പോഴുള്ള ഇത്. അത് പിന്നീട് വന്നാൽ കൂടിയും അത് കണ്ണിൻ്റെ അത്ര എത്തുന്നില്ല. അടുത്തത് കാണിച്ചോളൂ. ഈ ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫിയുടെ അനലോഗ് സിനിമാറ്റോഗ്രാഫിയുടെ ഒരു വ്യത്യാസം, ഈ ഇവിടെ കാണുന്ന ഇടതുവശത്ത് കാണുന്ന ആ ഇമേജ് പോലെ ഒരു പരന്ന പ്രതലത്തിലാണ് ഡിജിറ്റൽ ഡേറ്റാസിൻ്റെ ശേഖരണം നടക്കുന്നത്. അതേസമയം നമ്മൾ അപ്പുറത്ത് കാണുന്ന ഒരു ക്രോസ് സെക്ഷനാണ് ഫിലിം നെഗറ്റീവിൻ്റെ. അപ്പോൾ അതൊരു തിക്കായിട്ടുള്ള 12 മേലെ വരുന്ന ലെയേഴ്സിൽ ശേഖരിക്കപ്പെടുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ അത് 3 ഡയമെൻഷനലായിട്ടുള്ള സ്പേസിനെ ചിത്രീകരിക്കുന്നതിൽ ഈ നെഗറ്റീവിനുള്ള ഒരു കഴിവ് ഇപ്പോഴും ഡിജിറ്റൽ സെൻസറിന് സാധിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോൾ വരുന്ന പുതിയ ചില ക്യാമറകളിൽ സിഗ്മ ക്യാമറകൾ, അവിടെ ഫോവിയോൺ എന്ന് പറയുന്ന ഒരു സെൻസർ ഇതുപോലെ ഫിലിം നെഗറ്റീവിൻ്റെ മാതിരി ഇതിനെ 3 ലെയറായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇന്ന് ഡിജിറ്റൽ ക്യാമറ സെൻസറിലും വിവിധ പ്രതലങ്ങളിലായി RGB കളർ ഡേറ്റ രേഖപ്പെടുത്തുന്നതിനുള്ള ഒരു സംവിധാനം പരീക്ഷണ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. സിഗ്മ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ഫോവിയോൺ സെൻസറുകളിൽ ഇത്തരത്തിലൊരു 3 പ്രതലത്തിലായി RGB ഡേറ്റ രേഖപ്പെടുത്തുന്ന സെൻസറുകളാണ് ഉള്ളത്. ഭാവിയിൽ ഒരുപക്ഷെ നാനോ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
ഫിലിം നെഗറ്റീവിന് സമാനമായ ഒരു റാൻഡം ഷിഫ്റ്റിംഗ് പിക്സൽ ടെക്നോളജി, ഇതെൻ്റെ ഒരു പ്രയോഗമാണ്, ഉപയോഗപ്പെടുത്തുന്ന AI അടിസ്ഥാനമാക്കിയുള്ള സൂപ്പർ HDR സെൻസറുകളും കണ്ടുപിടിച്ചേക്കാം. ഈ അവതരണത്തിൻ്റെ തുടക്കത്തിൽ പ്രതിപാദിച്ചിരുന്ന ചില കാര്യങ്ങളിലേക്ക് ക്യാമറകളെക്കുറിച്ചുള്ള ഈ അറിവുകളുടെ വെളിച്ചത്തിൽ നമുക്കൊന്നുകൂടി കടന്നു ചെല്ലാം. വർദ്ധിച്ച റെസൊല്യൂഷനുള്ള ഒരു സിസ്റ്റത്തിന് കൂടുതൽ സൂക്ഷ്മമായ വിശദാംശങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കും. പക്ഷേ സത്യത്തെ വെളിപ്പെടുത്തുന്നതിൽ അത് എത്രമാത്രം ഉപയോഗക്ഷമമാണ് എന്ന് നമ്മൾ എങ്ങനെ കണക്കാക്കും? ഇതൊരു ചോദ്യമാണ്. ഭരതനാട്യത്തെക്കുറിച്ച് അരവിന്ദേട്ടൻ ചെയ്ത ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരിക്കുന്നതിന് യാത്ര തുടങ്ങിയപ്പോൾ കല്ലാർ പൊന്മുടി പ്രദേശങ്ങളിൽ പോയി സൂര്യപ്രകാശം കാട്ടിനുള്ളിൽ മലമുകളിൽ എല്ലാം എങ്ങനെ വിന്യസിക്കപ്പെടുന്നു, മേഘങ്ങൾ ആകാശത്ത് രചിക്കുന്ന ചിത്രങ്ങൾ, ഇവയൊക്കെ പകർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. ആ യാത്ര തുടങ്ങിയ ഒരു സമയം ഒരു ഹോളിവുഡ് ഛായാഗ്രാഹകൻ്റെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പത്രപേജ് അരവിന്ദേട്ടൻ എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സണ്ണി തീർച്ചയായും ഇത് വായിക്കണം. ഓടിച്ചൊന്ന് മറിച്ചു നോക്കിയപ്പോൾ അത് വിൽമോ സിഗ്മോണ്ട് എന്ന പ്രസിദ്ധ ക്യാമറമാൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് മനസ്സിലായി. സ്റ്റീവൻ സ്പീൽബർഗ് സംവിധാനം ചെയ്ത ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന ചലച്ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഛായാഗ്രഹണമാണ് പെട്ടെന്ന് എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നത്. എന്തിനായിരിക്കും ഒരു ഹോളിവുഡ് ക്യാമറാമാൻ്റെ അഭിമുഖം എന്നോട് വായിക്കുവാൻ അരവിന്ദേട്ടൻ നിർബന്ധിച്ചത് എന്നോർത്ത് ഞാൻ തെല്ലൊന്ന് അമ്പരക്കുകയും ചെയ്തു. ചിത്രീകരണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് സാവധാനം ആ അഭിമുഖം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമയിലെ ചിത്രനിർമ്മിതിയെക്കുറിച്ചിട്ടുള്ള ഒരു വലിയ രഹസ്യവും സത്യവും മനസ്സിലാക്കി. വിൽമോ സിഗ്മോണ്ട് പറയുന്നു, കോട്ട്, ഒരു ചിത്രത്തിനും അതിൻ്റെ അർത്ഥത്തേക്കാൾ മികച്ച ഒരു സൗന്ദര്യത്തെ ഉളവാക്കുവാൻ കഴിയുകയില്ല. നോ ഇമേജ് ക്യാൻ ബി മോർ ബ്യൂട്ടിഫുൾ ദാൻ ഇറ്റ്സ് മീനിങ്. ഒരു ഫ്രെയിമിനുള്ളിൽ ആകവെ ഉൾക്കൊണ്ടിരിക്കുന്ന അർത്ഥത്തെ മനസ്സിലാക്കുവാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സത്യത്തെയും സൗന്ദര്യത്തെയും ആധാരമാക്കിയേ സാധിക്കുകയുള്ളൂ. ഒരു ചിത്രത്തിൽ പ്രതിഫലിക്കപ്പെടുന്ന വൈകാരികമായ അംശമാണ് സ്ക്രീനിൽ നിന്നും കാണികളിലേക്ക് പകർന്നു കൊടുക്കപ്പെടുന്നത്. ഒരു കണക്കിന് ഈ വൈകാരികമായ അംശം തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അടുത്ത് ഇവിടെ കാണുന്ന പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ രഘുറായിയുടെ ക്യാമറയിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ചിത്രം ഇതിന് കൃത്യമായ ഉദാഹരണമാണ്. എന്താണ് ഈ ഫോട്ടോയിലെ വൈകാരികമായ അംശം അഥവാ ഇതിലെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒറ്റ നോട്ടത്തിൽ അതിദാരുണമായ ഒരു സംഭവത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഫോട്ടോഗ്രാഫർ പകർത്തുന്നത്. മനുഷ്യാവസ്ഥയുടെ ഒരു ഭയാനക നിമിഷത്തിൻ്റെ പൂർണ്ണ സത്യത്തെ ഈ ഫോട്ടോ പ്രതിഫലിപ്പിക്കുന്നു എന്നിടത്താണ് ഈ ചിത്രത്തിൻ്റെ സൗന്ദര്യം പ്രശോഭിതമാകുന്നത്. ഈ വൈകാരികമായ അനുഭവം നമ്മളിൽ ഉളവാക്കുവാൻ അതിലെ ടോണുകളുടെ ഉപയോഗം, കോമ്പോസിഷൻ, ഫോട്ടോ ക്ലിക്ക് ചെയ്ത നിമിഷം എന്നിങ്ങനെ ആ ചിത്രം ജീവൻ്റെയും മരണത്തിൻ്റെയും ഒരു കഥ കൂടി പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഒരു മഹാപ്രവാഹമാണ് ഫോട്ടോയിൽ ഭാഗികമായി കാണുന്ന ആ കൈയുടെ ഉടമയുടെ ഹൃദയത്തിലും ചിത്രം പകർത്തിയ ഫോട്ടോഗ്രാഫറുടെ ഹൃദയത്തിലും ഇനി എപ്പോഴൊക്കെയും ഈ ചിത്രം കാണുന്ന ഓരോ കാണിയുടെ ഹൃദയത്തിലും ഉളവാകുക. അതുകൊണ്ടൊക്കെയാണ് ഈ ഫോട്ടോ ഒരു ഐക്കോണിക് ചിത്രം ആകുന്നത്. ഇതേ സമയം ഇതേ സന്ദർഭത്തെ പകർത്തിയ ഒരു വിദേശ ക്യാമറമാൻ എടുത്ത ഒരു കളർ ഫോട്ടോയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ തിരഞ്ഞാൽ നിങ്ങൾക്കും കാണാം. പക്ഷേ ആ ചിത്രത്തിന് കിട്ടാത്ത അംഗീകാരം രഘുറോയുടെ ഈ ചിത്രത്തിന് കിട്ടി. സത്യവും സൗന്ദര്യവും തമ്മിലുള്ള ഈ ഇഴയടുപ്പവും പരസ്പര പൂരകത്വവും നമ്മൾ അറിയണം. അത് മനസ്സിലാക്കിയിട്ടാവണം, അതറിഞ്ഞതുകൊണ്ടാവണം ഫിയദോർ ദസ്തയേവ്സ്കി പറയുന്നത്, സൗന്ദര്യം ലോകത്തെ രക്ഷിക്കും. ഒരു ചിത്രത്തിനും അതിൻ്റെ അർത്ഥത്തേക്കാൾ മികച്ച ഒരു സൗന്ദര്യത്തെ ഉളവാക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോഴും ഈ അർത്ഥത്തിൽ വേണം നമ്മളതിനെ മനസ്സിലാക്കുവാൻ. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ കണ്ടുപോകാം. അത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ പ്രസിദ്ധമായ 2 ചിത്രങ്ങളാണ് ഇതിന് പ്രീവിയസ് ഉള്ളത്. നിക് വുഡ് എന്ന് പറയുന്ന പ്രശസ്ത ഫോട്ടോഗ്രാഫർ, ദ ടെറർ ഓഫ് വാർ എന്ന് പറയുന്ന വിയറ്റ്നാമിനെ കുറിച്ചിട്ടുള്ള ആ ഫോട്ടോഗ്രാഫർ ഒരുപക്ഷെ ദിസ് ഫോട്ടോഗ്രാഫ് ഹാസ് ബീൻ സെലക്റ്റഡ് ആസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫോട്ടോഗ്രാഫ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്ന്
നമുക്ക് ഇവിടെ ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം ഇവിടെ കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷമോ അതിന് മുന്നോ ഇവിടെ വന്നിരുന്നു. വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ്, മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ചു കുലുക്കിയത്. പക്ഷേ ഇതാണ് ഇന്നിപ്പം ഇതുപോലെയുള്ള നിരവധി ചിത്രങ്ങൾ കണ്ടിട്ടും നമ്മൾ ലോകത്തെമ്പാടും പാലസ്തീനിൽ നടക്കുന്ന കൂട്ടക്കുരുതിയുടെ ദൃശ്യങ്ങളും ഇതുമെല്ലാം എത്തിപ്പെട്ടിട്ടും പൊളിറ്റിക്കലി അതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ ലോകത്തിന് സാധിക്കുന്നില്ല. അത് വളരെ എന്താ പറയണ്ടേ, വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് മനുഷ്യ മനസ്സ് കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിരുന്നെന്ന് തോന്നുന്നു. ഞാനിതിൻ്റെ ഒടുവിൽ മീഡിയയിലെ വയലൻസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് അത് മീഡിയയിൽ അങ്ങനെ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അടുത്ത ഇനി ഞാൻ മുന്നേ പറഞ്ഞ ഈ പ്രകാശത്തിൻ്റെ അടുത്ത പ്രകാശത്തിൻ്റെ ദ്വന്ദ്വ സ്വഭാവവും സംഘർഷവും സിനിമയുടെ നിർമ്മിതിയിലും പ്രയോഗത്തിലും ഉൾച്ചേർന്നിട്ടുണ്ട്. വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ മൂലതത്വവും ഇതിനെ ആധാരമാക്കിയിട്ടാണ് രൂപപ്പെടുത്തുന്നത്. അഫിനിറ്റി ആൻഡ് കോൺട്രാസ്റ്റ് എന്ന ഈ തത്വം എങ്ങനെയാണ് സിനിമയിൽ പ്രയോഗിക്കുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. ഇപ്പം ഒരു യഥാർത്ഥ ലോകത്ത് നമുക്ക് ഈ ബ്ലാക്കിനും വൈറ്റിനും ഇടയിലുള്ള നിരവധി ടോണുകളും നിരവധി മില്യൺസ് ഓഫ് ഗ്രേ ടോൺസ് ഉണ്ടാവും. പക്ഷെ അത് നമ്മളുടെ പ്രായോഗികക്ഷമമായിട്ട് അതൊരു 11 സ്കെയിലിൽ നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രേ ടോണിനെ ബേസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അത് കളറിലാവാം, മൂവ്മെൻറ്റിലാവാം, ശബ്ദത്തിലാവാം, ഇതിലൊക്കെ ഈ കോൺട്രാസ്റ്റ് ആൻഡ് അഫിനിറ്റി എന്ന തത്വം പ്രയോഗിക്കാം. അപ്പോൾ അങ്ങനെ പ്രയോഗിക്കുന്നതിലൂടെയാണ് വിഷ്വൽ ആയിട്ടുള്ള ഒരു രംഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി, വൈകാരികമായ ഇൻറ്റൻസിറ്റിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ചലച്ചിത്ര സ്രഷ്ടാക്കൾ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട തത്വമാണ്. അപ്പോൾ അതിൽ ഏറ്റവും വിരുദ്ധ അറ്റത്ത് നിൽക്കുന്ന ബ്ലാക്കും വൈറ്റുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ചിത്രത്തിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ അത് ഹൈ ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി, വൈകാരിക തലത്തിലെ ഹയർ ഇൻറ്റൻസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ആദ്യത്തെ ആ ചിത്രത്തിൽ നമുക്ക് കാണാം. അതല്ല, അടുത്തടുത്തുള്ള 2 ടോണാലിറ്റീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ആ വൈറ്റിലും തൊട്ടടുത്ത വൈറ്റിലുമുള്ള ഇത് നമുക്ക് ഡെസിഫർ ചെയ്യാൻ കൂടെ പറ്റുന്നില്ല. അതുപോലെ ഇപ്പുറത്തും അതിൽ ആ ഇൻറ്റൻസിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പല എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം ഞാനിവിടെ കാണിക്കാം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്ര നിർമ്മിതിയിൽ അടങ്ങിയിട്ടുള്ള പല അംശങ്ങളിൽ ഒന്നായ ടോണിൻ്റെ പ്രയോഗത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. കറുപ്പും വെളുപ്പും ഇതിനിടയിലുള്ള നിരവധി ചാരനിറങ്ങളും ചേർന്ന ഒരു പാലറ്റും അളവുകോലുമാണ് നമുക്കുള്ളത്. ഒരു ചിത്രത്തിൽ നമ്മൾ കറുപ്പും വെളുപ്പും മാത്രം ഉപയോഗിക്കുന്നുവെങ്കിൽ അതിലെ വൈകാരികമായ തീവ്രത കൂടിയിരിക്കും. പക്ഷേ ഈ സ്കെയിലിൻ്റെ അടുത്തടുത്തുള്ള 2 തട്ടിലെ ടോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ആ ചിത്രത്തിലെ വൈകാരികമായ തീവ്രത കുറഞ്ഞ അളവിലായിരിക്കും. ഈ ഒരു ചിത്രം നോക്കുക. ശരി, യഥാർത്ഥത്തിൽ ലൈറ്റും ഒക്കെ ഓഫായിട്ടുള്ള ഇതിൽ ഈ പറയുന്ന ടോണൊന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് അതായിട്ട് കണ്ടുപോകാനേ പറ്റുള്ളൂ. ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ലൈറ്റ് കൂടെ ഒന്ന് ഓഫായ ഇതിലേക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായ വൈകാരികമായ ഒരു പ്രതികരണം സൂക്ഷിക്കുക. ഇതേ ചിത്രം ഇതിൻ്റെ ടോണാലിറ്റി തന്നെ മാത്രം മാറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും നിങ്ങളിൽ ഉണ്ടാവുന്നത്. അടുത്തത് ഒരേ ചിത്രമാണ്, അതിൻ്റെ ടോണൽ റേഞ്ചിൽ വന്നിട്ടുള്ള വ്യത്യാസം മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ടുവേർഡ്സ് വൈറ്റിലേക്കുള്ള സ്കെയിലിൻ്റെ എൻഡ് നമ്മൾ യൂസ് ചെയ്തു. ഈ ചിത്രത്തിൽ ഡാർക്ക് ആയിട്ടുള്ള സ്കെയിലിലേക്ക് നമ്മൾ പോയി. അടുത്തത് ഇത് രണ്ടും കൂടിയുള്ളൊരു കമ്പാരിസണാണ്, ഒരു റിവേഴ്സലാണ് അതിൻ്റെ. അപ്പോൾ ആ തരത്തിൽ ടോണാലിറ്റി ഉപയോഗിക്കുന്നതിലൂടെ വൈകാരികമായ ഒരു പ്രതികരണം കാണികളിലേക്ക് അത് മാത്രം കൊണ്ട്, ഇതിൻ്റെ അകത്ത് കഥയും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അതിൻ്റെ
പ്രയോഗത്തിലുള്ള ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു പ്രയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത് കാണിച്ചത്. ആ ലൈറ്റ് അടുത്തത് ഒന്നുകൂടെ വേറൊരു തരത്തിൽ ക്രിയേറ്റീവായിട്ട് ഫാൻ ഹോ എന്ന് പറയുന്ന ഒരു ചൈനീസ് ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുള്ള ഒരു പ്രിൻ്റാണ്. അപ്രോച്ചിങ് ഷാഡോ എന്നാണ് ഇതിൻ്റെ പേര്, ഈ ഫോട്ടോഗ്രാഫിൻ്റെ. ഇതിൻ്റെ ഈ അടുത്ത കാലത്ത് വിൽപ്പന നടന്ന ഒരു പ്രിന്റിൻ്റെ വില എത്രയാണെന്ന് അറിയാമോ? 45 ലക്ഷം രൂപ. അതിൽ ഈ ടോണാലിറ്റിയാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. അടുത്തത് ഓക്കെ, ഇത് വേണ്ട. ഇവിടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും അതിൻ്റെ ഇടയിലുള്ള ഗ്രേയും നമ്മളുടെ ഏതൊക്കെ തരത്തിൽ അതിൻ്റെ പശ്ചാത്തലത്തിലും പ്രധാനപ്പെട്ട സബ്ജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ട് വിവിധങ്ങളായ മാനസിക ഭാവങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡ്. അടുത്തത് നെക്സ്റ്റ് സെയിം ഫീലിംഗ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ റീപ്രൊഡക്ഷനിൽ അതിൻ്റെ കളറും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കോൺട്രാസ്റ്റ് ഒക്കെ മാറിക്കിടക്കുകയാണ്, കുഴപ്പമില്ല. അടുത്തത് ക്ലാരിറ്റി ഓഫ്. ഇത് പിന്നെ സുബ്രതോ മിത്രയുടെ പിന്നെ ചാരുലത, സത്യജിത്രയുടെ സിനിമയിൽ നിന്നുള്ളൊരു സ്റ്റില്ലാണ്. അടുത്തത് അനന്തർ ഫെഡറിക്കോ ഫെല്ലിനിയുടെ ഒരു സിനിമയിൽ നിന്നുള്ളതാണ് ക്ലാരിറ്റി. നെക്സ്റ്റ് മെലൻകളി. See how suddenly things change. Obviously, the primary carrier of emotion in a film is actors, but we are embellishing that emotional expression. Next, depressed. Next, ethereal. Next, threatening. Next, dreamlike. Next, dreamlike. Next, hazy, vague. Next, somber. Next, contrasty, surreal. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് വിവിധ തരങ്ങളിൽ നമുക്ക് ഈ ലൈറ്റിൻ്റെ ബൈനറി എലമെൻസിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇമോഷണൽ റിഫ്ലക്ഷൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആ കേട്ടോ. ഈ ക്യാമറാമാനും ഇത് ഷൂട്ട് ചെയ്ത ആളുകളൊന്നും അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്തതായിരിക്കണമെന്നില്ല. ബട്ട് വി ആർ ഡൂയിങ് എ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ അച്ചീവ്ഡ് ഇറ്റ്. Towards the end, I will just, I thought of showing a clip and talk about it, but I think we don't have time. We will go to the final part. വളരെ കാലമായി ശരിക്കും പറഞ്ഞാൽ സുബ്രഹ്മണ്യപുരം എന്ന സിനിമ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു സംശയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരു കഥ പറഞ്ഞു പോകുമ്പോൾ സ്ക്രീനിൽ നമുക്ക് എത്രത്തോളം ഹിംസയെ കാണിക്കാം. ഈ അടുത്തായി മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും നിറഞ്ഞു തുളുമ്പുന്ന അക്രമത്തെ കാണുമ്പോൾ അതൊന്നുകൂടി ശക്തമായി മുന്നിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മസാക്കി കൊബയാഷിയുടെ ഹ്യൂമൻ കണ്ടീഷൻ എന്ന 6 മണിക്കൂർ ദൈർഘ്യമുള്ള, അത് 9 മണിക്കൂറാണ് കേട്ടോ, ഒരു സിനിമ ഞാൻ കാണുന്നത്. ഒറ്റ ഇരിപ്പിന് കണ്ടു തീർത്ത ഈ സിനിമയാണ് പല ക്രിട്ടിക്കുകളും ദ ഗ്രേറ്റസ്റ്റ് ഫിലിം എവർ മെയ്ഡ് എന്ന് വിശേഷിപ്പിച്ച ചിത്രം. ഇതിലെ ഒരു 3 മിനിറ്റുള്ളൊരു, നമുക്ക് എനിക്ക് തോന്നുന്നു 5-10 മിനിറ്റൂടെ കാണുമെന്ന് തോന്നുന്നു. ആ ഒരു 3 മിനിറ്റുള്ള ആ ക്ലിപ്പ് കാണിക്കാവോ? നടക്കുമ്പോൾ തന്നെ ഒരു
ചൈനീസ് വാർ പ്രിസണേഴ്സിനെ ജപ്പാൻ പട്ടാളം സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു പണിസ്ഥലത്ത് പിന്നെ അവരുടെ ഒരു ലേബർ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും അവരെ വധിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ട് അവിടെയുള്ള ഒരു ലേബർ ഓഫീസറിനെ ഇത് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതാണ് രംഗം. അതാണ് അതിലുള്ളത്. ഓക്കെ.刀身に水をつけるとよく切れる。油がつかんからだ。火事。そこへ立っとれ。見聞ご苦労だな。ഓക്കെ, ലൈറ്റ് പ്ലീസ്. ഇവിടെ നമ്മൾ സാധാരണ ഒരു മലയാള സിനിമയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു തമിഴ് സിനിമയാണെങ്കിലോ ആ വാളെടുത്ത് വീശിയതിന് ശേഷം ഏത് ഷോട്ടായിരിക്കും വരിക? തറയിൽ തല ഇറങ്ങിപ്പോകുന്ന ഷോട്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു പുതിയ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ ആ ഷോട്ടേ അവൻ പറയുള്ളൂ. അത് ആരുടെ കാഴ്ചപ്പാടിൽ എടുക്കുന്ന ഷോട്ടാണ്? ആ ഒപ്രസറുടെ കാഴ്ചപ്പാടിലാണത്. ആ വിക്ടിമിൻ്റെ കാഴ്ചപ്പാടിലാണെങ്കിൽ നമ്മളത് കാണിക്കൂല. അപ്പോൾ പോയിന്റ് ഓഫ് വ്യൂ അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കഥയെ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ഈ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളതിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള രംഗങ്ങളിൽ അങ്ങനത്തെ ഷോട്ടുകൾ കടന്നു വരുന്നത്. മസാക്കി കോബയാഷി എന്ന് പറയുന്ന ജാപ്പാനിലെ വലിയ കുറോസോവയുടെയും ഒസൂനോടും ഒക്കെ ഒപ്പം പേരുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. പക്ഷേ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാനവികതയുടെ ഒരു ജ്വാല ഉള്ളിൽ ആ സംവിധായകൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് അദ്ദേഹം അത് കാണിക്കില്ല. അപ്പം ഇത് ഇന്നിപ്പം നമ്മുടെ സംവിധായകരും പലരും പറയും, പിന്നെ ഇത് നാട്ടിൽ നടക്കുന്ന കാര്യം ഞങ്ങൾ കാണിക്കുന്നുള്ളൂ, സൊസൈറ്റിയുടെ നേരെ ഉള്ളൊരു റിഫ്ലക്ഷനാണെന്ന്. പക്ഷേ ഈ അടുത്ത ലാൻഡ്സെറ്റ് ഒരു ഇൻ്റർനാഷണലി പിന്നെ പ്രശസ്തമായിട്ടുള്ള മെഡിക്കൽ ജേർണലിലെ അവരുടെ എഡിറ്റോറിയൽ ആർട്ടിക്കിളിൽ പിന്നെ മീഡിയയിലുള്ള വയലൻസ് എങ്ങനെയാണ് യങ്സ്റ്റേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ലേഖനം വന്നിരുന്നു. വളരെ ചെറുതാണ്, പക്ഷേ അത് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ എഫക്റ്റ്? Aggressive behavior. Watching violence can make children more aggressive and this can continue into adulthood. Bullying. Watching violence can lead to more bullying and cyberbullying. Desensitization. Media violence can desensitize people to violence in real life. Attitudes. Violence in the media is often portrayed without consequences, which can affect attitudes. Mental health. Watching screen violence can be a threat to mental health. ഇത് മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, മോഡേൺ ഫിസിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ഈ ഇത്തരം ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന ഹോർമോൺ, എൻസൈം, കെമിക്കൽ
റിലീസിനെ കുറിച്ചിട്ടും പുതിയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിലും എല്ലാം പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രാസവസ്തുക്കളാണ് ഈ സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിനും ശരീരത്തിനും ഒട്ടും നല്ലതല്ലാത്തൊരു കാര്യമാണ്. ഈ ലാൻസെറ്റ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് 1970കളിൽ ഇതുപോലൊരു സ്റ്റഡിക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴത്തേക്ക് മീഡിയയിലെ വലിയ പിന്നെ കോർപ്പറേറ്റുകൾ അങ്ങനെ ഒരു പിന്നെ സർക്കാർ തരത്തിലുള്ള അന്വേഷണത്തെ തടസ്സപ്പെടുത്തി. അത് ഈ അടുത്ത കാലത്താണ് പിന്നെയും അത് സ്ട്രോങ് ആയിട്ട് നടന്ന് വന്നിട്ടുള്ളത്. അപ്പം ഞാനത് പറഞ്ഞ് നിർത്തുകയാണ്. ഹിംസയുടെ മറുവശത്ത് അഹിംസയും അനുകമ്പയും നിൽക്കുന്നു. സ്നേഹമാണ് അഖിലസാരം ഊഴിയിൽ പറഞ്ഞ് മറന്ന കുമാരനാശാൻ്റെ വരികൾ ഞാൻ ഓർക്കുകയാണ്. വളരെ കാലം മുന്നേ ഗോദാർഡിൻ്റെ വാക്കുകൾ ഞാനൊന്ന് മാറ്റി പറയുകയുണ്ടായി. സിനിമ ഈസ് ലവ് 24 times per second. അത് ഞാൻ ഗോദാർഡിൻ്റെ സുഹൃത്തായ ഡൊണാൾഡ് റിച്ചിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് യുവേഴ്സ് ഈസ് ബെറ്റർ എന്നാണ്. അന്ന് ഈ ഡൊണാൾഡ് റിച്ചി പറഞ്ഞോ പിന്നെ ഗോദാർഡിനോട് പറഞ്ഞോ എന്തോ എന്നറിയില്ല. അടുത്ത വർഷം ഗോദാർഡ് ചെയ്ത സിനിമയുടെ പേര് ഇൻ പ്രൈസ് ഓഫ് ലവ്, 2001 ചെയ്ത സിനിമ. അതിൽ ഗോദാർഡ് കാറ്റഗറിക്കലി ആ സിനിമയിൽ ഒരു കഥാപാത്രം സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, സിനിമ ഈസ് ലവ് 24 times per second. ഞാനിത് മനസ്സിലാക്കിയത് നമ്മളുടെ മഹാന്മാരായിട്ടുള്ള ഒരുപാട് സംവിധായകരുടെ, അതിൽ ചാർലി ചാപ്ലിൻ തൊട്ട് ബുനുവേലും ബ്രെസോണും ബെർഗ്മാനും ആന്ദ്രേ ടാർക്കോവ്സ്കിയും എല്ലാം ചേർന്ന് എന്നെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അത് ഏറ്റവും ഒടുവിൽ ടാർക്കോവ്സ്കിയുടെ സ്കൾപ്റ്റിംഗ് ഇൻ ടൈം എന്ന പുസ്തകം വായിച്ചപ്പോഴാണ് ഞാൻ ഉറപ്പിച്ചത് സിനിമ ഈസ് ലവ് 24 times per second. അപ്പോൾ ടാർക്കോവ്സ്കി പറയുന്നു, I see it my duty to stimulate reflection on what is essentially human and eternal in each individual soul, and which all too often a person will pass by, even though the fate lies in his hands. He is too often busy chasing after phantoms and bowing down to idols. In the end, everything can be reduced to the one simple element which is all a person can come upon in his existence, the capacity to love. That element can grow within the soul to become the supreme factor which determines the meaning of a person's life. My function is to make whoever sees my films aware of this need to love and to give his love, and aware that beauty is summoning him. In Stalker, I make some sort of complete statement, namely that human love alone is miraculously proof against the blunt assertion that there is no hope for the world. This is our common and incontrovertibly positive possession, although we no longer quite know how to love. And that is all I can say, and I will end with quoting Narayana Guru, സ്നേഹിക്കുന്നവൻ ജീവിക്കുന്നു. താങ്ക് യു.